ഹായ്, ഫുട്ബോൾ കളിക്കാർക്ക് ഗ്രൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു മാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ട സാധനമാണ് മെൻറ്റാലിറ്റി. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്. നമ്മളൊരു വനം എടുത്തു കഴിഞ്ഞാൽ ഒരു കാട്ടിൽ ആനയുണ്ടാവും, വലിയ സൈസുള്ള മൃഗമാണ്. ജിറാഫ് നല്ല പൊക്കമുള്ള മൃഗമാണ്. ചീറ്റ വളരെ ഫാസ്റ്റായിട്ടുള്ള മൃഗമാണ്. പക്ഷേ ആ കാട്ടിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ലയണാണ്. ലയൺ ഈസ് ദ കിങ് ഓഫ് ദി ജംഗിൾ. വൈ? കാരണം ലയണിൻ്റെ മെൻറ്റാലിറ്റിയാണ്. അതിനൊക്കെയാണ് ഫുട്ബോൾ കളിക്കാരും ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നല്ല പ്രസൻസ്, അതായത് ടഫ് മൈൻഡോടെ ഇറങ്ങുന്ന പ്ലേയേഴ്സിനെ കളിക്കാൻ പറ്റും. ആ മെൻറ്റാലിറ്റിയാണ് കളിക്കാരാക്കുന്നത്. അല്ലാതെ മറ്റു ടീമിനെ കാണുമ്പോൾ പേടിക്കുമ്പോഴും അല്ലെങ്കിൽ ടീമിനകത്ത് വിശ്വാസം ഇല്ലാതെ മാറുമ്പോൾ കൂടുതലുള്ള പ്ലേയേഴ്സ് തളർന്നു പോകും. ഈ മെൻറ്റാലിറ്റി കൊടുക്കുമ്പോഴാണ് ആ പ്ലെയർ രാജാവായി മാറുന്നത്, മറ്റ് കളിക്കാർ ആ ടീമിൻ്റെ കൂടെ വരുന്നത്. അതുകൊണ്ട് ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ്. മെൻറ്റാലിറ്റി എന്ന വാക്ക് ഗ്രൗണ്ടിൽ 100%, ടഫ് പ്ലെയർ 50-50 ബോൾ വിൻ ചെയ്യുന്ന പ്ലെയർ, എന്നിട്ട് ടീമിനെ നയിക്കുന്ന പ്ലെയർ. ഇങ്ങനെയുള്ള പ്ലെയേഴ്സാണ് മെൻറ്റാലിറ്റി. നിങ്ങൾ നല്ല മെൻറ്റാലിറ്റി ഉള്ള പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടീമിന് ഗുണമാവും, നിങ്ങൾ മികച്ച പ്ലെയേഴ്സ് ആവും. അങ്ങനെ എക്സാമ്പിളായിട്ടുള്ള ഒരുപാട് കളിക്കാർ എൻ്റെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ തീർച്ചയായിട്ടും മെൻ്റൽ ടഫ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുക, ലയണായി മാറുക, ഫുട്ബോൾ കളി കോർട്ടിലെ രാജാവായി മാറുക. അപ്പോൾ ഫുട്ബോൾ നിങ്ങൾ എക്സലൻറ്റ് പെർഫോമൻസ് ആയി മാറും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം. ഇറ്റ്സ് ബൈ ഫ്രം മഞ്ജു ശശി. താങ്ക് യു.